இந்த இரவிலே நான் படுக்கும்போது மடியில் சாயும் நீயடி. ഹലോ ഡീ, നീ എവിടെയാ? എടാ അനു, ഞാൻ ഇറങ്ങാം, ഇച്ചിരി ലേറ്റ് ആവൂടാ. ഏട്ടൻ്റെ വണ്ടിക്ക് ചെറിയൊരു പണി. ഇതേ ഒന്ന് വെച്ച് തന്നാലുണ്ടല്ലോ, മര്യാദയ്ക്ക് വേഗം വന്നോളണം. എടി അനു, അങ്ങനെ പറയല്ലേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞവിടെ നിൽക്ക്, ഞാൻ അപ്പോഴേക്കും വേഗം എത്തിക്കോളാം. ഓക്കെ അല്ലേ? നീ വേഗം വരാൻ നോക്ക്. ഒന്നാമതേ ആ പ്രിൻസ് രാവിലെ തന്നെ വലിയ സീനാ. അതിൻ്റെ കൂടെ നീ വന്നിട്ടില്ല എന്നും കൂടെ അറിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അല്ലെങ്കിലേ ഇവിടെ എല്ലാവരും പറയുന്നത് ഞാനാ നിന്നെ നശിപ്പിക്കുന്നതെന്നാ. ഓ പിന്നെ, നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യ്, ഞാൻ അപ്പോഴേക്കും എത്തണ്ടോ പ്ലീസ്. ഓ മതി, നിർത്ത്. നീ വേഗം വരാൻ നോക്കേ. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അല്ലെങ്കിലും കഴിഞ്ഞ കുറേ കാലമായിട്ട് നിന്റെ എല്ലാ ഉടായ്പിനും കൂട്ടുനിൽക്കുന്നത് ഞാനല്ലേ. ഏത് നേരത്താണാവോ എനിക്ക് നിന്നെ എടുത്ത് തലവെക്കാൻ തോന്നിയത്. ഓടെ ആയിക്കോട്ടെ, നീ നദി പോയിട്ട് നിൻ്റെ ലീയെ കെട്ടി പിടിച്ചിരുന്നു. അല്ല പിന്നെ, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ നീയല്ലേ ഉള്ളൂ. നീ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഓ മതി, നിർത്ത്. ഞാൻ വെറുതെ പറഞ്ഞതാ. നീ അവളുടെ കാര്യം വിട്ടേ. എനിക്കിനി അതൊന്നും ഓർക്കാൻ താല്പര്യമില്ല. പിന്നെ അങ്ങനെ ആർക്കെങ്കിലും പകരക്കാരിയായിട്ടാണോ ഞാൻ നിന്നെ കണ്ടേക്കുന്നത്? അതൊക്കെ വിട്ടേക്ക്. എന്തായാലും വേഗം വരാൻ നോക്ക്. സോറി ഡി, ഇനി അതും പറഞ്ഞ് വേണം കണ്ട. ലവ് യു. ഞാൻ കോൾ കെട്ടുകയാണേ, ഞാൻ വേഗം വരാൻ നോക്കാം. വെയിറ്റ്, എനിക്കറിയാം ഇപ്പം നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുമെന്ന്. ആരി, അനു, ലിയ, നന്ദ, ഇവർ തമ്മിൽ എന്താണെന്നൊക്കെ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ നമുക്ക് ചെറിയൊരു ഇൻട്രോ കൊണ്ടുവന്നാലോ? ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മുടെ അനിക്കൊച്ച്, അതായത് അനിക. ആളൊരു പാവാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയുവാണെങ്കിൽ, ഈ അനിക്കൊച്ചാണ് നമ്മുടെ കഥയിലെ നായിക. ഒരു നായിക ഉണ്ടെങ്കിൽ ഒരു നായകൻ എന്തായാലും ഉണ്ടാവുമല്ലോ. അതെ, പക്ഷേ നമ്മുടെ നായിക ഇതുവരെ നമ്മുടെ നായകനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് കറൻ്റ്ലി ആൾ സിംഗിളാണ്. ഓ മതി അനുവിന് പൊക്കി പറഞ്ഞത്. ഇനി എന്നെ കുറച്ച് പൊക്കി പറയും. ഇത്രയും ക്യൂട്ടായിട്ട് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കണ്ണമ്മേ കണ്ണാല വെന്ത് സെവന്ത് പുണ്ണാക ഏതോ നാനും ഒളര കൊഞ്ചം കാതൽ വളര. ഇവിടെ നിർത്ത്, ഞാനൊന്ന് ഇൻട്രോ പറയട്ടെ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ദേവനന്ദ, അതായത് നന്ദ, നമ്മുടെ അനുവിൻ്റെ ഇടതും വലതും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കുട്ടി പിശാച്. പിന്നെ ഒരു പാവം പൊട്ടത്തിക്കുട്ടി. അയ്യോ, അത്ര പാവമൊന്നും അല്ല കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയേ അറിയാം. പിന്നെ കറൻ്റ്ലി ആൾ സിംഗിളാണ്, ബട്ട് റെഡി ടു മിങ്കിളും കൂടെയാണ് കേട്ടോ. ലിയ ജോൺ മാത്യു, കോളേജ് ഹെഡ് ഡ്രോപ്പ്. അതെ, കോളേജിൽ എല്ലാവർക്കും ലിയ ഭയങ്കര കാര്യമാണ്. ലിയ ഭയങ്കര കാര്യമെന്ന് മാത്രമല്ല, ലിയ ഭയങ്കര ഇഷ്ടമാണ് താനും. കാരണം എന്താണെന്നല്ലേ, അതെ, ലിയ കോളേജിലെ ഒരു യൂണിവേഴ്സൽ ക്രഷാണ്. ഇനി ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഉണ്ടല്ലോ, കോളേജിൽ ലിയക്കുള്ള റേഞ്ച് എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണല്ലോ. ഇനി ലിയക്കൊച്ചും അനുക്കൊച്ചും അതുപോലെ തന്നെ നമ്മുടെ നന്ദിയും തമ്മിൽ എന്താ പ്രശ്നം എന്നല്ലേ, അതിന് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരു ഫ്ലാഷ് ബാക്ക് കണ്ടുവന്നാലോ? സെൻറ് മേരി കോളേജിൻ്റെ വരാന്തയാണ് ഈ കാണുന്നത്. ഈ വരാന്തയിൽ നിന്നായിരുന്നു ആ മൂവർ സംഘം ആരംഭിക്കുന്നത്. അതെ, ലിയയും അനു നന്ദയും കൂട്ടുകാരായിരുന്നു. എന്നാൽ ലിയയ്ക്ക് അനുവിനും അനു ലിയയും പണ്ട് തൊട്ട് അറിയായിരുന്നു. കൂട്ടത്തിലെ ഒറ്റ ചങ്ങാതികൾ ലിയ അനു തന്നെയായിരുന്നു. നിന്റെ ആ ലിയോ മറ്റോന്ന് എവിടെയോ വെച്ച് കണ്ടെന്നൊക്കെ ഒരു ടോക്ക് ഉണ്ടല്ലോ. മതി, നിർത്ത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് അനാവശ്യം പറയരുത്. എനിക്കറിയാം അവളെ. എന്താണ് മിസ്റ്റർ അബി ഇവിടെ ഒരു ഗൂഢാലോചന? ഒന്നുമില്ല ദേവനന്ദ. ഇവന്മാര് വെറുതെ ഓരോരുത്തർ പറയുന്നത് കേട്ട് ചൊറിയാൻ വന്നേക്കുക. ഇവിടെ എല്ലാവർക്കും അറിയാലോ ലിയ ഈ കോളേജിലെ ടോപ്പർ ആവുമെന്ന്. അതിനൊരു തടസ്സമാവാൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മേഞ്ഞുണ്ടാക്കുന്നതാ. അല്ല നന്ദേ, നീ അവരുടെ കൂട്ടത്തിലുള്ളതല്ലേ? അല്ല, നിന്നെ അവള് ദേവനന്ദ എന്ന് വിളിക്കുന്നത് കേട്ട്. തൽക്കാലത്തിന് അബി അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവൾക്കൊരാവശ്യം വരുമ്പോൾ അവളുടെ കൂടെ ഞാൻ എന്തായാലും ഉണ്ടാവും. ലിയ, അതെ, നമ്മുടെ കോളേജിലിപ്പോ ചെറിയൊരു ടോക്കുണ്ട്. നീയും ആ വരുണും തമ്മില്. അതുകൊണ്ട് നീ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടേക്കാം അവൻ്റെ അടുത്ത്. എടാ, അത് പിന്നെ ഞാനും വരണു. എന്താടി നീ നെർവസ് ആവാത്ത കാര്യം പറയേ. അല്ല, അത് പിന്നെ എനിക്ക് അവൻ എന്നെ ഇഷ്ടമാണ്. നീ എന്തൊക്കെയാ പറയുന്നേ?
നിനക്കെന്താ ബോധമില്ലേ? നീ എന്തൊക്കെയാ ഈ ചെയ്തു കൂട്ടുന്നത്? എനിക്ക് നല്ല ബോധമുണ്ട് ഞാൻ എന്താ പറയുന്നതെന്ന്. അവൻ എന്നെ കൈവിടില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്യ്. അവസാനം ഇതൊന്നും എന്റെ തലയിലെത്തരുത്. എന്തായാലും നീ കണ്ടുപിടിച്ച ആള് കൊള്ളാം. അത് എന്തൊക്കെ വന്നാലും നിന്നെ പോലെ ഞാൻ ചെയ്യാൻ പോകുന്നില്ല. നിന്റെ കഥകളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൂടുതൽ കിടന്ന് തിളക്കണ്ട. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? അപ്പോ ഇത്ര നാളും നീ എന്നെ അങ്ങനെയൊക്കെയാണ് കണ്ടിരിക്കുന്നത്. ഞാൻ നിനക്കപ്പോ അത്രേ ഉള്ളൂ അല്ലേ? എന്റെ മൈൻഡിലപ്പോ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ? നിനക്കറിഞ്ഞൂടേടാ എന്താന്ന് സംഭവിച്ചെന്ന്. എന്നിട്ട് നീ ഞാൻ പോവുക. ഇനി നിന്നോട് സംസാരിക്കാൻ എനിക്ക് വയ്യ. പിന്നെ നീ ചോദിച്ചില്ലേ നിന്നെക്കുറിച്ചുള്ള എൻ്റെ ചിന്ത? അതെ, ഞാൻ ഇങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. എന്ത്? എടി അനു, നീ എന്തിനാ കരയുന്നു? എന്താ നിനക്ക് പറ്റിയേ? എന്താ ഉണ്ടായേ? എടാ, അത് ലിയ. അതിന് ലിയക്ക് എന്താണ് പറ്റിയേ? നിങ്ങൾ അവർ വഴക്കുണ്ടായോ? അനു, എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്താ ഉണ്ടായേ? സാരമില്ലടാ, പോട്ടെ, വിട്ടേക്ക്. നിനക്ക് ഞാനില്ലടാ. സത്യം പറഞ്ഞ നിനക്കെന്നെ വേണ്ടായിരുന്നെങ്കിലും എനിക്ക് നിന്നെ വേണമായിരുന്നടി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അന്ന് ഇന്ന് നീയാ. ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല, പറ്റിപ്പോയത്. നീ എന്നോട് ക്ഷമിക്കണം. സോറി. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല. ഐ പ്രോമിസ്. സോറിടാ, റിയലി സോറി. നിനക്കിത് ഇത്രയും വിഷമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. Hi everyone, good morning. How you all been? Is everybody okay? Okay, then let's start our class. Wait. I think yesterday I have told you guys to do a project, right? Okay, then if anybody doesn't do that, please leave my class because my thought isn't feeling well. I don't want a single noise in my class, so please may leave. മിസ് ഞാൻ മാത്രമല്ല, ഈ അനു ചെയ്തിട്ടില്ല. നോ മാം, ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ മിസ്സെ അവൾ ചെയ്തിട്ടില്ല എന്നൊന്ന് വിശ്വസിക്ക്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞേ. ഓ എൻ്റെ അനുവെ, നിനക്ക് അവൾ അറിഞ്ഞൂടെ? നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞേക്ക്. ഈ എഡിറ്ററായി എനിക്ക് എന്തിനാ വെറുതെ പണി മേടിച്ചിരുന്നത്? ആ ഒരു പാവമല്ലേ. സോറി മാം, ഞാൻ ചെയ്തിട്ടില്ല. താങ്ക് യു, ലവ് യു. போகையில வட்டி தொட்டி எல்லாம் வட்டி போட்டோடும் ஓட்டி கடை போகவில்லை. செட்டிக்குள்ள செட்டும் இல்ல எங்கள போல. நட்புக்குள்ள பிரச்சனை தான் வந்ததே இல்ல. நண்பனை போல யாரும் இல்ல இந்த பூமியில. நட்புக்கு தான் இட இல்ல இந்த பூமியில. ഡി എന്റെ സയാമി സരട്ട എവിടെ? ഓടാ, അവൾ ഓൺ ദ വേ ആണ്. അതെങ്ങനെ ശരിയാവും? രണ്ടിന്റെ ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞ. ഡാടാ, മതി മതി. അനു, ഞാൻ വെയിറ്റ്. നീ എന്താ ഇവിടെ? സത്യം പറഞ്ഞാവി, നീ ആരുടെ വാക്കും കേട്ട് അനുവിൻ്റെ അടുത്ത് ഒറ്റയ്ക്കാണ് സംസാരിക്കുന്നത്? എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നെ ഞാൻ പിന്നെ എടുത്തോണ്ട്. അനു വാടി. ആടാ, ദാ വരുന്നു. എന്നാ അവിടെ നിന്ന് സംസാരിക്കാതെ ഇങ്ങോട്ട് വേഗം വരാൻ നോക്ക്. ഡാ, പ്രോഗ്രാമിന് വരത്തില്ലേ നീ? എൻ്റെ അനു, ഞാൻ വിചാരിച്ചു നിനക്ക് ഇത്രയെങ്കിലും ബോധം ഉണ്ടാവുന്നു. ഇപ്പം മനസ്സിലായി, ഒട്ടുമില്ലെന്ന്. ഈ ഡാൻസ് എന്ന് പറയുന്നതൊക്കെ ഒരു തരം കലയാണ്. ആ കല ആസ്വദിക്കണമെങ്കിൽ കുറച്ചെങ്കിലും കലാബോധം വേണം. ഇങ്ങനെ കലാബോധം പോയിട്ട് നേരേക്കുള്ള ബോധം പോലും ദൈവം കൊടുത്തിട്ടില്ല. അപ്പോഴാണ് നീ ഒന്ന് വരാൻ നോക്കി. നിങ്ങളുടെ പ്രോഗ്രാമിൽ ഞാൻ എന്തായാലും വരും. ആടാ, എങ്കിൽ ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഡി, അതല്ലേ അനുവിൻ്റെ ആ അജിത്ത്? അജിത്ത്?